നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ ഋജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവം, പർവം എന്നാണ് അധ്യായങ്ങൾക്ക് പറയുന്നത്. അതിലെ ഉപാധ്യായമായിട്ടുള്ള വൈവാഹിക പർവത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നുകൊണ്ട് നമ്മൾ ഒരു പ്രധാന ഒരു നാഴികക്കല്ലും കൂടെ പിന്നിടുകയാണ്. ഇന്ന് നമ്മൾ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവം അവസാനിക്കുകയും 5-ാമത്തെ അധ്യായമായിട്ടുള്ള 5-ാമത്തെ പർവ്വമായിട്ടുള്ള ഉദ്യോഗപർവം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം കൂടിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അജ്ഞാതവാസം കഴിഞ്ഞ് ആ പാണ്ഡവന്മാരെയൊക്കെ തിരിച്ചറിഞ്ഞ വിരാട് രാജാവ് തൻ്റെ മകളായിട്ടുള്ള ഉത്തരയെ അർജുനന് വിവാഹം കഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് വരെയുള്ള രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി കേൾക്കുകയാണ്. കഥ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, ഇതിന് മുമ്പുള്ള വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിരാടൻ പറയുകയാണ്, അല്ലയോ പാണ്ഡവശ്രേഷ്ഠ, എൻ്റെ മകളെ ഞാൻ അങ്ങേക്കാണ് നൽകിയത്. എന്നാൽ അങ്ങ് എന്തുകൊണ്ടാണ് അവളെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറാവാത്തത്? അപ്പോൾ അർജുനൻ മറുപടി പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയുടെ മകളെ കണ്ട് അന്തഃപുരത്തിൽ താമസിച്ചു. ഒരു അച്ഛനെ പോലെ രഹസ്യമായും പരസ്യമായും ഞാൻ അവളോട് പെരുമാറി. പാട്ടുപാടി നൃത്തം പഠിപ്പിച്ച എന്നെ അവളൊരു ഗുരുവിനെ പോലെ സ്നേഹത്തോടെ ബഹുമാനിക്കുന്നു. യൗവനത്തിലേക്ക് പ്രവേശിച്ച് അവളോടൊപ്പം 1 വർഷം ഞാൻ താമസിച്ചു. ഇപ്പോൾ അവളെ ഞാൻ ഭാര്യയെ സ്വീകരിച്ചാൽ എന്നെക്കുറിച്ചും അങ്ങയെക്കുറിച്ചിട്ടും ജനങ്ങളുടെ ഇടയിൽ തെറ്റായ ഒരു സംസാരമുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മരുമകളായി സ്വീകരിക്കാം. മനഃശുദ്ധിയോടെയും ഇന്ദ്രിയ നിയന്ത്രണത്തോടും കൂടിയാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. ആ രാജകുമാരിയെ എൻ്റെ മകളായും പുത്രൻ്റെ ഭാര്യയായും അംഗീകരിച്ചാലേ എല്ലാ സംശയങ്ങളും നീങ്ങി പരിശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഉത്തരെ ഭാര്യയാക്കിയാൽ ലോകം പഴിപറയും. അപവാദങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങയുടെ പുത്രിയെ ഞാൻ മരുമകളായി സ്വീകരിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ മരുമകൻ, ദേവപുത്രന് തുല്യൻ, വിഷ്ണുവിന് പ്രിയപ്പെട്ടവൻ, എല്ലാ അസ്ത്രവിദ്യകളും അറിയുന്നവൻ, മഹാബലവാനായിട്ടുള്ള അഭിമന്യു എൻ്റെ പുത്രനാണ്. അവൻ അങ്ങേക്ക് യോജിച്ച മരുമകനായിരിക്കും. അങ്ങയുടെ പുത്രിക്ക് ചേർന്ന ഭർത്താവുമായിരിക്കും. വിരാടൻ പറഞ്ഞു, കുരുശ്രേഷ്ഠനായിട്ടുള്ള പാണ്ഡവനെ ഈ വാക്കുകൾ ചേർന്നത് തന്നെ. അറിവുള്ളവനും ധർമ്മനിഷ്ഠയുള്ളവനുമായിട്ടുള്ള അങ്ങ് പറഞ്ഞതിൽ അത്ഭുതമില്ല. അല്ലയോ അർജുന, ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് വേഗം ചെയ്തുകൊള്ളുക. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അർജുനുമായിട്ട് ബന്ധപ്പെട്ടതിനാൽ അതെല്ലാം പൂർണ്ണമായിരിക്കുന്നു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം രാജാവ് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വിവാഹ ദിവസവും ശുഭസമയവും തീരുമാനിച്ചു. ഉത്തരനും അഭിമന്യുവും തമ്മിൽ നടക്കാൻ പോകുന്ന വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല മുഹൂർത്തം കുറിച്ചു. ഉടനെ എല്ലാ ബന്ധുക്കൾക്കും കൃഷ്ണനും കുന്തിയുടെ മക്കൾക്കും ദൂതന്മാരെ അയച്ചു. വിരാടരാജാവും അപ്രകാരം തന്നെ സകല ബന്ധുക്കൾക്കും ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചു. 13-ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാർ വിരാടൻ്റെ ഉപപ്ലാവ്യമെന്ന നഗരത്തിലേക്ക് താമസം മാറ്റി. അർജുനൻ അഭിമന്യുവിനെയും കൃഷ്ണനെയും വരുത്തി. ആനർത്ത രാജ്യത്തു നിന്നും യാദവരെയും അർജുനൻ ക്ഷണിച്ചു വരുത്തി. യുധിഷ്ഠിരനോടുള്ള സ്നേഹത്താൽ ശൈബ്യനും കാശിരാജാവും 2 അക്ഷൗഹിണി സൈന്യത്തോടു കൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. മഹാബലവാനായിട്ടുള്ള ദ്രുപദനും വീരന്മാരായിട്ടുള്ള ദ്രൗപദിയുടെ മക്കളും തോൽവി അറിയാത്ത ശിഖണ്ഡിയും ആർക്കും കീഴടക്കാൻ പറ്റാത്തവനും ആയുധവിദ്യയിൽ മിടുക്കനുമായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനും ഒരു അക്ഷൗഹിണി സൈന്യവുമായിട്ട് വന്നു ചേർന്നു. അവിടുത്തെ സൈന്യാധിപന്മാർ യാഗങ്ങൾ ചെയ്യുന്നവരും വേദം പഠിച്ചവരും ശത്രുക്കളെ നശിപ്പിക്കുന്നവരുമായിരുന്നു. ആ മഹാവീരന്മാർ ബന്ധുക്കളോടൊപ്പം വന്നു ചേർന്ന് കണ്ടപ്പോൾ ധർമ്മനിഷ്ഠയുള്ള വിരാട് രാജാവ് ഭൃത്യന്മാരോടും സൈന്യത്തോടും വാഹനങ്ങളോടും കൂടി അവരെ എതിരേറ്റ് സ്വാഗതം പറഞ്ഞ് പൂജിച്ച് മര്യാദയനുസരിച്ച് സൽക്കരിച്ചു. അഭിമന്യുവിന് വിരാടൻ തൻ്റെ മകളെ നൽകുന്നതിൽ അവരെല്ലാം സന്തോഷിച്ചു. രാജാക്കന്മാരൊക്കെ വന്നു ചേർന്നതിന് ശേഷം അവിടെ കൃഷ്ണനും ബലരാമനും കൃതവർമാവും സാത്വികയും അനാദൃഷ്ടിയും അക്രൂരനും സാമ്പനും നിശഠനും വേണ്ടുവോളം സൈന്യത്തോടും ഗമയോടും കൂടി അകമ്പടിയോടും സുഭദ്രയോടും കൂടി അഭിമന്യുവിനെയും കൊണ്ട് പുറപ്പെട്ടു. ധാരാളം സംരക്ഷണത്തോടു കൂടിയിട്ട് ഇന്ദ്രസൈന്യം തുടങ്ങിയ സാരഥിമാരും അവരോടൊപ്പം വന്നുചേർന്നു. കുറേക്കാലം വേർപിരിഞ്ഞ് താമസിച്ചിരുന്ന അവരുടെ ആ കൂടിച്ചേരലിലുള്ള സന്തോഷം വളരെ വലുതായിരുന്നു. 10,000 ആനകളും 1,00,000 കുതിരകളും വലിയൊരു വിഭാഗം തേരുകളും കാലാൾപ്പടയും പല മഹാന്മാരായിട്ടുള്ള വൃഷ്ണികളും അന്ധകന്മാരും കരുത്തരായിട്ടുള്ള ഭോജന്മാരും വൃഷ്ണിവംശത്തിലെ മികച്ചവനുമായിട്ടുള്ള കൃഷ്ണനെ പിന്തുടർന്നു. യോഗ്യന്മാരായിട്ടുള്ള പാണ്ഡവർക്ക് കൃഷ്ണൻ സമ്മാനങ്ങൾ നൽകി. വസ്ത്രങ്ങൾ, രത്നങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹം പാണ്ഡവർക്ക് നൽകിയത്. അങ്ങനെ വിരാട് രാജാവിൻ്റെയും അർജുനൻ്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹം വളരെ ആഡംബരത്തോടു കൂടിയിട്ടുള്ള ചടങ്ങുകൾ പ്രകാരം നടന്നു. ശംഖ്, പെരുമ്പറ, മറ്റു വാദ്യങ്ങൾ എന്നിവയുടെ ശബ്ദം വിരാടൻ്റെ കൊട്ടാരത്തിൽ മുഴങ്ങിക്കെട്ടു. പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. സദ്യ വളരെ ഗംഭീരമായിരുന്നു. പാട്ടുകാരും കഥ പറയുന്നവരും നർത്തകരും പുകഴ്ത്തി പറയുന്നവരും വന്ദനഗീതം പാടുന്നവരും അവരെ എല്ലാവരെയും പ്രശംസിച്ച് പാടി. സുദേഷണയെ മുന്നിലാക്കി വിരാട് രാജ്യത്തെ സുന്ദരിയായിട്ടുള്ള സ്ത്രീകൾ തിളങ്ങുന്ന കുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു.
നല്ല നിറവുള്ളവരും അഴകുള്ളവരും ചമഞ്ഞൊരുങ്ങിയവരുമായിട്ടുള്ള ആ സ്ത്രീ സമൂഹത്തേക്കാൾ രൂപം കൊണ്ടും പ്രശസ്തി കൊണ്ടും ഐശ്വര്യം കൊണ്ടും ദ്രൗപദി വേറിട്ട് നിന്നു. അലങ്കരിച്ച രാജകുമാരിയായിട്ടുള്ള ഉത്തരയെ ഇന്ദ്രാണി എന്ന പോലെ മുന്നിൽ നടത്തി അവർ എത്തി. ആ വിരാടപുത്രിയെ കുന്തിയുടെ മകനായിട്ടുള്ള അർജുനൻ തൻ്റെ മകനായിട്ടുള്ള അഭിമന്യുവിന് വേണ്ടി സ്വീകരിച്ചു. അതിൽ രാജപദവി അലങ്കരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് അവളെ മരുമകളായി സ്വീകരിച്ചു. കൃഷ്ണൻ എല്ലാത്തിനും മുന്നിലായിട്ട് ശോഭിച്ചു. അങ്ങനെ അർജുനൻ അവളെ സ്വീകരിച്ചതിന് ശേഷം അഭിമന്യുവിൻ്റെ വിവാഹം ചടങ്ങുകൾ പ്രകാരം നടത്തി. അപ്പോൾ തന്നെ 7000 വേഗതയുള്ള കുതിരകളെയും 200 ആനകളെയും ധാരാളം ധനവും അവിടെ വെച്ച് നൽകി. ബ്രാഹ്മണരെ ആദരിച്ചു. അഗ്നിയിൽ ഹോമം നടത്തി. തൻ്റെ രാജ്യത്തെയും സൈന്യത്തെയും ഖജനാവിനെയും സ്വന്തം ആത്മാവിനെയും വിരാട് രാജാവ് അവർക്കായിട്ട് സമർപ്പിച്ചു. വിവാഹം കഴിഞ്ഞ സമയം യുധിഷ്ഠിരൻ കൃഷ്ണൻ പാണ്ഡവർക്കായി കാഴ്ചവെച്ച ധനമെല്ലാം ബ്രാഹ്മണർക്കായിട്ട് ദാനം ചെയ്തു. അനേകായിരം പശുക്കൾ, വസ്ത്രങ്ങൾ, പലതരം രത്നങ്ങൾ, വിശേഷപ്പെട്ട ആഭരണങ്ങൾ, പലമാതിരി തേരുകൾ, രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പലതരത്തിലുള്ള പാനീയങ്ങൾ എന്നിവ നൽകി അദ്ദേഹം ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു. സന്തോഷവാന്മാരായിട്ടുള്ള ജനങ്ങളോടുകൂടി വിരാട് രാജാവിൻ്റെ നഗരം ശോഭിച്ചു. നമ്മളിനി പുതിയ ഒരു അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ നിയമപ്രകാരം പുതിയ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലണം. നാരായണം നമസ്കൃത്യ നരം ചൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. പുതിയ പർവ്വമായിട്ടുള്ള ഉദ്യോഗപർവത്തിലെ ഉപപർവമായിട്ടുള്ള സേനോദ്യോഗപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ശ്രീകൃഷ്ണവാക്യം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അഭിമന്യു ഉത്തരയെ വിവാഹം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ രാജാക്കന്മാരെല്ലാം സന്തോഷത്തോടെ വിരാട രാജാവിൻ്റെ സഭയിൽ പ്രവേശിച്ചു. ആ രാജസഭ രത്നങ്ങൾ പതിച്ച സിംഹാസനത്താലും രാജാക്കന്മാർക്ക് യോജിച്ച വിശേഷപ്പെട്ട വസ്തുക്കളാലും അലങ്കാരപ്പെട്ട് തിളങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ പക്ഷത്തുമുള്ള രാജാക്കന്മാരും ഇരിപ്പിടത്തങ്ങളിൽ ചെന്നിരുന്നു. ആദ്യമായി ബഹുമാനിക്കപ്പെട്ടവരും പ്രായം ചെന്നവരുമായിട്ടുള്ള വിരാട് രാജാവും ദ്രുപദ രാജാവും ഇരുന്നു. അച്ഛനായിട്ടുള്ള വസുദേവനോടൊപ്പം ബലരാമനും ശ്രീകൃഷ്ണനും ഇരുന്നു. പാഞ്ചാല രാജാവായിട്ടുള്ള ദ്രുപദൻ്റെ അടുത്ത് ബലരാമനോട് ചേർന്ന് സാത്വികി ഇരുന്നു. വിരാട് രാജാവിൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോടൊപ്പം ഇരുന്നു. ഇതുപോലെ തന്നെ ദ്രുപദ രാജാവിൻ്റെ പുത്രന്മാരും ഭീമനും അർജുനനും മാദ്രീപുത്രന്മാരായിട്ടുള്ള നകുല സഹദേവന്മാരും പ്രദ്യുമ്നനും സാമ്പനും വിരാട് രാജാവിൻ്റെ പുത്രന്മാരും പാണ്ഡവരുടെ പുത്രന്മാരും നിരന്നിരുന്നു. ഇങ്ങനെ രാജാക്കന്മാരും അവർക്ക് തുല്യരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള പുത്രന്മാരും സ്വർണാസനങ്ങളിൽ ചിത്രപ്പണികളുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ശോഭിച്ചപ്പോൾ ആ രാജ്യസഭ ഗ്രഹങ്ങളാൽ തിളങ്ങുന്ന ആകാശം പോലെ പ്രകാശപൂർണമായി. പിന്നെ ആ സമ്മേളനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓരോന്നായി പറഞ്ഞ് ഉചിതമായിട്ടുള്ള സമയം ആലോചിച്ചതിന് ശേഷം അവർ കൃഷ്ണൻ്റെ നേരെ നോക്കി. കൃഷ്ണൻ പാണ്ഡവരുടെ അവകാശങ്ങൾ തടയപ്പെട്ടതിനെക്കുറിച്ച് സംസാരിച്ചു. വലിയ പുരോഗതി നൽകുന്ന ആ വാക്കുകൾ സിംഹങ്ങളെപ്പോലെയുള്ള ആ രാജാക്കന്മാർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിരനെ ശകുനി ചതിയാൽ ചൂതുകളിയിൽ തോൽപ്പിച്ച് രാജ്യം തട്ടിയെടുത്ത് വനവാസത്തിന് അയച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ശക്തന്മാരായിട്ടുള്ള പാണ്ഡവർക്ക് ഭൂമി മുഴുവൻ കീഴടക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും സത്യസന്ധത മൂലം ആ കഠിനമായിട്ടുള്ള വ്രതം 13 വർഷം അവർ അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. 13ാമത്തെ വർഷത്തെ അജ്ഞാതവാസം വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. അതും അവർ വിരാട് രാജാവെ അങ്ങയുടെ അടുത്ത് വസിച്ച് പൂർത്തിയാക്കി. സഹിക്കാൻ കഴിയാത്ത ഒട്ടേറെ കഷ്ടപ്പാടുകൾ വനവാസകാലത്ത് ഇവർ അനുഭവിച്ചു. ഒടുവിൽ മറ്റുള്ളവരുടെ അടിമപ്പണി ചെയ്യുക എന്ന അവസ്ഥ പോലും ഇവർക്ക് വന്നുകയർന്നു. ഇനിയും രാജാവേ, യുധിഷ്ഠിരനും ദുര്യോധനും ഗുണകരമായിട്ടുള്ളത് എന്തോ അതിനെപ്പറ്റി ധർമ്മത്തിന് അനുയോജ്യവും അന്തസ്സുള്ളതുമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അധർമ്മത്തിലൂടെ ദേവലോകം കിട്ടിയാൽ പോലും അത് ആഗ്രഹിക്കുന്നവനല്ല യുധിഷ്ഠിരൻ. എന്നാൽ ധർമ്മപൂർണ്ണമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒരു ചെറിയ ഗ്രാമം കിട്ടിയാലും അദ്ദേഹം തൃപ്തനാകും. പാണ്ഡവന്മാരുടെ രാജ്യം ധൃതരാഷ്ട്രപുത്രന്മാർ തട്ടിയെടുത്തതും അധർമ്മമായിട്ടുള്ള പ്രവൃത്തികളാൽ അവരെ കഷ്ടപ്പെടുത്തിയതുമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ധൃതരാഷ്ട്രപുത്രന്മാർ സ്വന്തം കഴിവുകൊണ്ടല്ല പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത്. എന്നിട്ടും ഈ ധർമ്മനിഷ്ഠൻ കൗരവരുടെ ഗുണത്തെയാണ് ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പാണ്ഡവർ നേടിയെടുത്ത അവരുടെ സ്വന്തം രാജ്യത്തെയാണ് വീരന്മാരായിട്ടുള്ള ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ബാല്യം മുതലേ ഈ പാണ്ഡവന്മാരെ കൊല്ലാനും രാജ്യം തട്ടിയെടുക്കാനും വേണ്ടി ദുഷ്ടന്മാരായിട്ടുള്ള കൗരവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കിയത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ ആർത്തിയും യുധിഷ്ഠിരൻ്റെ ധർമ്മവും പ്രത്യേകിച്ച് ബന്ധുത്വവും കണക്കിലെടുത്ത് നിങ്ങളെല്ലാവരും ചേർന്നും അല്ലാതെയും ചിന്തിച്ച് ഒരു തീരുമാനമുണ്ടാക്കുക. അവരുടെ ആർത്തിയും യുധിഷ്ഠിരൻ്റെ ധർമ്മവും പ്രത്യേകിച്ച് ബന്ധുത്വവും കണക്കിലെടുത്ത് നിങ്ങളെല്ലാവരും ചേർന്നും അല്ലാതെയും ചിന്തിച്ച് ഒരു തീരുമാനമുണ്ടാക്കുക. ഇവർ എപ്പോഴും സത്യം പറയുന്നവരാണ്, കരാർ പാലിച്ചവരാണ്. ചട്ടങ്ങൾ ലംഘിച്ചാണ് കൗരവർ പെരുമാറുന്നതെങ്കിൽ അവരെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ സുഹൃത്തുക്കൾ സത്യം അറിയുന്നവരായതിനാൽ ഇവരെ സഹായിക്കുകയും ചെയ്യും. യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുക്കളെ നശിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുറച്ചുപേർ മാത്രമായിട്ടുള്ള ഇവർ എങ്ങനെ അവരെ തോൽപ്പിക്കും എന്ന പേടി വേണ്ട. എല്ലാ സുഹൃത്തുക്കളും ചേർന്നാൽ അതിന് സാധിക്കും. എന്തായാലും ദുര്യോധനൻ്റെ ഉദ്ദേശം എന്താണെന്ന് നാം ആദ്യം അറിയേണ്ടതുണ്ട്.
ആ ദുര്യോധനൻ എന്ത് വിചാരിക്കുന്നു? ശത്രുപക്ഷത്തിൻ്റെ തീരുമാനമറിയാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ളവനും തറവാടിത്തമുള്ളവനും മിടുക്കനും ശാന്തനുമായിട്ടുള്ള ഒരാളെ നാം ദൂതനായിട്ട് അയക്കണം. പകുതി രാജ്യം യുധിഷ്ഠിരൻ നൽകാൻ ധർമ്മത്തിലൂന്ന വാക്കുകളാൽ ആ ദൂതൻ അവിടെ ചെന്ന് അറിയിക്കട്ടെ. കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ആ വാക്കുകളെ ബഹുമാനിച്ച് കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ ഇപ്രകാരം പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞ ധർമ്മവും കാര്യവുമുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടുവല്ലോ. അജാതശത്രുവായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിനും ദുര്യോധനും നന്മയ്ക്കായിട്ടാണ് കൃഷ്ണൻ ഇത് പറഞ്ഞത്. കൈവിട്ടുപോയ പകുതി രാജ്യം വിട്ടുകൊടുത്താൽ ദുര്യോധനന് നമ്മളോടൊപ്പം സന്തോഷത്തോടെ ഇവിടെ കഴിയാം. രാജ്യം തിരിച്ചു കിട്ടിയാൽ ഈ പാണ്ഡവന്മാർ കൗരവരോട് ചേർന്ന് സൗഹൃദത്തോടെ ജീവിക്കുകയും ചെയ്യും. ഇപ്രകാരം രണ്ടു കൂട്ടരും സമാധാനമായി ഇരുന്നാൽ അത് എല്ലാ ജനങ്ങളുടെയും ഗുണത്തിനും ശാന്തിക്കും കാരണമാകും. അതുകൊണ്ട് ദുര്യോധനൻ്റെ താല്പര്യം അറിയുന്നതിനും യുധിഷ്ഠിരൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനുമായി ഒരാൾ കൗരവരുടെയും പാണ്ഡവരുടെയും നന്മയ്ക്കായി പോകുന്നത് എനിക്കും ഇഷ്ടമാണ്. പോകുന്ന ദൂതൻ ഭീഷ്മരോട് വിവേകത്തോടെ സംസാരിക്കട്ടെ. ധൃതരാഷ്ട്രരോടും മക്കളോടും ദ്രോണരോടും വിതുരരോടും കൃപരോടും ഗാന്ധാര രാജാവിനോടും കർണനോടും ധൃതരാഷ്ട്രപുത്രന്മാരോടും ഒക്കെ മര്യാദയോട് കൂട്ടിയിട്ട് സംസാരിക്കട്ടെ. മാത്രമല്ല കരുത്തരും വേദമറിയുന്നവരും ധർമ്മനിഷ്ഠയുള്ളവരും വീരന്മാരും ലോകപരിചയമുള്ളവരും ആയിട്ടുള്ള മുതിർന്നവർ ഇരിക്കുന്ന സഭയിൽ വെച്ച് അവരെ വണങ്ങി പാണ്ഡവരുടെ കാര്യം ഗുണകരമാകുന്ന രീതിയിൽ ബോധിപ്പിക്കണം. അവരെ ദേഷ്യം പിടിപ്പിക്കുന്നൊന്നും പറയരുത്. അവരുടെ കയ്യിലാണല്ലോ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട യുധിഷ്ഠിരൻ സുഹൃത്തുക്കൾ തടഞ്ഞിട്ടും അത് കേൾക്കാതെ ചൂത് കളിച്ചു. കാര്യങ്ങൾ അറിയാത്ത കുരുവംശ വീരൻ തോറ്റുപോയി. ചൂതുകളിയിൽ മിടുക്കനായിട്ടുള്ള ശകുനിയോട് എതിർത്ത് ആവേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്. ദുര്യോധനൻ, കർണൻ തുടങ്ങിയവരെല്ലാവരും അവിടെ ഉണ്ടായിട്ടും യുധിഷ്ഠിരന് കളിക്കാൻ പറ്റിയ മറ്റ് ചൂതാട്ടക്കാരെയൊക്കെ വിട്ടിട്ട് ശകുനിയെ തന്നെ കളിക്കാൻ വിളിച്ചിട്ട് അവനോട് യുധിഷ്ഠിരൻ തോറ്റുപോയി. എപ്പോഴും കളി പിഴച്ചു നിൽക്കുന്ന അവസ്ഥയിലും വീണ്ടും വീണ്ടും വാശിയോടെ കളിച്ച് യുധിഷ്ഠിരൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇക്കാര്യത്തിൽ ശകുനി തെറ്റുകാരനല്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം നല്ലതുപോലെ മനസ്സിലാക്കി ബഹുമാനത്തോടെയും ശാന്തമായും ദേഷ്യം വരാത്ത രീതിയിലും ധൃതരാഷ്ട്രരോട് പറയുക. എന്നാൽ അവൻ തൻ്റെ സ്വാർത്ഥത മൂലം കാര്യങ്ങൾ അവനെ അനുകൂലമാക്കി മാറ്റും. എന്നാലും യുദ്ധത്തിനായിട്ട് ഒരുങ്ങരുത്. സാമർഥ്യത്തോടെ വിനയപൂർവ്വം സംസാരിച്ച് കാര്യം നേടുക. സമാധാനത്തിലൂടെ നേടുന്നതാണ് നന്മ. യുദ്ധത്തിന് മുതിർന്നാൽ വലിയ ആപത്തുകൾ സംഭവിക്കും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം ബലരാമൻ പറഞ്ഞത് കേട്ടപ്പോൾ സാത്യകി ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എതിർത്തും നിസാരമാക്കിയും വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് സാത്യകി ഇപ്രകാരം പറഞ്ഞു. ഏതൊരു മനുഷ്യനും തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സംസാരിക്കൂ. അങ്ങയുടെ മനസ്സിന് യോജിച്ച കാര്യങ്ങളാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. അതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിൽ വീരന്മാരുമുണ്ട്, പേടിത്തൊണ്ടന്മാരുമുണ്ട്. മനുഷ്യരിൽ ഇങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളെ എവിടെയും കാണാം. കുരുവംശത്തിൽ തന്നെ നല്ലവനും ചീത്തയായവനും ജനിക്കും. ഒരു മരത്തിൽ തന്നെ ഒരു കൊമ്പ് കൊണ്ട് കായ്ക്കുമ്പോൾ മറ്റേ കൊമ്പ് കായ്ക്കാതിരിക്കുന്നത് നാം കാണാറുള്ളതാണല്ലോ. അതുകൊണ്ട് അങ്ങയെ ഞാൻ കുറ്റം പറയുന്നില്ല. അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്ന ഈ സഭയിലുള്ളവരെയാണ് ഞാൻ ആക്ഷേപിക്കുന്നത്. ഈ സഭയിലുള്ളവർ ധർമ്മരാജായിട്ടുള്ള യുധിഷ്ഠിരനിൽ ചെറിയൊരു കുറ്റം കാണുന്നവർക്ക് ഈ സഭയിൽ യാതൊരു മടിയുമില്ലാതെ സംസാരിക്കാനായിട്ടുള്ള അവസരം എന്തിനാണ് നൽകിയത്? ചൂതുകളെ അറിയാത്ത യുധിഷ്ഠിരനെ കളിയിൽ മിടുക്കരായവർ ചെന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലേ? ആ വിജയം ധർമ്മത്തിന് നിരക്കുന്നതാണോ? തൻ്റെ സഹോദരങ്ങളോടൊപ്പം യുധിഷ്ഠിരൻ സ്വന്തം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നാണ് ജയിച്ചതെങ്കിൽ അത് ധർമ്മമാണെന്ന് പറയാം. എന്നാൽ ഭരണം നടത്തുന്ന രാജാവിനെ ക്ഷണിച്ചു കൊണ്ടുപോയി ചതിച്ചു തോൽപ്പിച്ചത് നല്ല കാര്യമാണെന്ന് ആര് പറയും? അതിൽ എന്ത് ധർമ്മമാണുള്ളത്? കരാർ പ്രകാരം എല്ലാം കൃത്യമായി പാലിച്ച ഈ മഹാൻ ഇനി അവൻ്റെ മുമ്പിൽ ചെന്ന് വണങ്ങണമെന്നോ? വനവാസം കഴിഞ്ഞ തൻ്റെ പാരമ്പര്യ സ്വത്തിന് അർഹതയുള്ള യുധിഷ്ഠിരൻ ഇനി അവരെ വണങ്ങണമെന്നോ? മറ്റൊരാളുടെ ധനമാണ് യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം ആരോടെങ്കിലും ഭിക്ഷ ചോദിക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? വനവാസകാലത്തെ വാഗ്ദാനം പാണ്ഡവർ കൃത്യമായി പാലിച്ചു. അവരെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ രാജ്യം കൊടുക്കാതിരിക്കുന്ന ഇവരാണോ ധർമ്മം പാലിക്കുന്നവർ? ഭീഷ്മരും ദ്രോണരും വിതുരരും പറഞ്ഞു ബോധ്യപ്പെടുത്തിയാലും പാണ്ഡവർക്ക് അച്ഛൻ്റെ സ്വത്ത് നൽകാൻ ഈ കൗരവർ സമ്മതിക്കില്ല. ആ കൂട്ടരെയൊക്കെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് മൂർച്ചയുള്ള അമ്പുകളാൽ എയ്തു വീഴ്ത്തി ധർമ്മപുത്രൻ്റെ കാൽക്കൽ ഞാൻ എത്തിക്കുന്നത് കാണിച്ചു തരാം. അതല്ല, അവർ ഈ ബുദ്ധിമാനായിട്ടുള്ള രാജാവിനെ വണങ്ങുന്നില്ല എങ്കിൽ അവനെ തീർച്ചയായും മന്ത്രിമാരോടൊപ്പം ഞാൻ യമപുരിയിലേക്ക് അയക്കും. ദേഷ്യത്തോടെ പൊരുതുന്ന ഈ സാത്വികയുടെ ശക്തി തടയാൻ മലകൾക്ക് പോലും കഴിയില്ല. പിന്നെയാണോ അവർക്ക്? ഗാന്ധീവം കയ്യിലെന്തുന്ന അർജുനെയും സുദർശനചക്രം കയ്യിലുള്ള കൃഷ്ണനെയും ദേഷ്യത്തോട് നിൽക്കുന്ന ഭീമനെയും തടയാൻ ആർക്ക് സാധിക്കും? വില്ലാളികളായിട്ടുള്ള നകുല സുഖദേവന്മാരെയും മരണതുല്യം ദേഷ്യപ്പെട്ടിരിക്കുന്ന വിരാട ദ്രുപദ രാജാക്കന്മാരെയും തടയാൻ അവർക്ക് കഴിയുമോ? ജീവനിൽ കൊതിയുള്ള ഏതൊരാളാണ് ദൃഷ്ടദ്യുമ്നോട് എതിർക്കാൻ വരിക? ദ്രൗപദിയുടെ 5 പുത്രന്മാരും യുദ്ധത്തിൽ പ്രശസ്തരാണ്. അവർ പാണ്ഡവരെപ്പോൾ തന്നെ കരുത്തരും വീരന്മാരുമാണ്. അഭിമന്യുവിനോട് എതിർക്കാൻ ആരുണ്ട്? സൂര്യനെയും അഗ്നിയെയും പോലെ തേജസ്സുള്ള ഗദൻ, സാമ്പൻ, പ്രദ്യുമ്നൻ എന്നിവരോടൊപ്പം ചേർന്ന് ഞങ്ങൾ ശകുനിയോടും കർണനോടും കൂട്ടിയേർന്ന് ദുര്യോധനെ കൊന്ന് യുധിഷ്ഠിരനെ വാഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എതിർക്കുന്ന ശത്രുക്കളെ കൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശത്രുക്കളോട് യാചിക്കുന്നതിനാൽ വലിയ അധർമ്മവും നാണക്കേടും വേറെ എന്തുണ്ട്?
അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ ആഗ്രഹം എന്തോ അത് മടിയാതെ നിങ്ങൾ ചെയ്യുക. കൗരവരിൽ നിന്ന് പാണ്ഡവർ രാജ്യം നേടിയെടുക്കട്ടെ. ദുര്യോധനൻ യുധിഷ്ഠിരന് രാജ്യം നൽകുന്നില്ലെങ്കിൽ കൗരവന്മാർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ട് മണ്ണിൽ വീണ് കിടക്കുന്നത് കാണേണ്ടി വരും. ദ്രുപദൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുക. ദുര്യോധനൻ സന്തോഷത്തോടെ രാജ്യം വിട്ടുതരില്ല. ഒരു കാര്യം ഉറപ്പാണ്, മക്കളോട് അമിത സ്നേഹമുള്ള ധൃതരാഷ്ട്രർ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ നിൽക്കും. ഭീഷ്മരും ദ്രോണരും ദയതോന്നി അവൻ്റെ കൂടെ നിൽക്കും. ശകുനിയും കർണനും വാശി കാരണം അവനെ പിന്തുണയ്ക്കും. ബലരാമൻ്റെ അഭിപ്രായം എനിക്ക് ശരിയായി തോന്നുന്നില്ല. കൗരവരോട് ഒരിക്കലും സൗമ്യമായി സംസാരിക്കാൻ പാടില്ല. ആ പാപികൾ വിനയം കൊണ്ട് മാറുന്നവരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ദുര്യോധനോട് മൃദുവായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ കഴുതയോട് സ്നേഹം കാണിക്കുകയും പശുക്കളോട് കടുപ്പത്തിൽ പെരുമാറുകയും ചെയ്യുന്നത് പോലെയാണ്. വിനയത്തെ ബലഹീനതയുടെ ലക്ഷണമായിട്ടാണ് ആ ദുഷ്ടൻ കരുതുക. നാം വിട്ടുവീഴ്ച ചെയ്താൽ താൻ ജയിച്ചു എന്നാണ് ആ വിഡ്ഢി വിചാരിക്കുക. അതുകൊണ്ട് നാം ഇപ്പോൾ ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ആളെ അയച്ച് സുഹൃത്തുക്കളെ വരുത്തുകയും സൈന്യത്തെ കൂട്ടുകയുമാണ് വേണ്ടത്. ദൃഷ്ടകേതുവിനെയും ജയൽസേനെയും ശല്യനെയും കേകയന്മാരുമൊക്കെ വരുത്താൻ ദൂതന്മാരെ അയക്കണം. ഈ നിമിഷം തന്നെ ദുര്യോധനൻ എല്ലാവർക്കും ദൂതന്മാരെ അയക്കും. നല്ലവരായിട്ടുള്ള ആളുകൾ ആദ്യം ആര് ചെന്ന് സഹായം ചോദിക്കുന്നോ അവരോടൊപ്പം ചേരും. അതുകൊണ്ട് കഴിയുന്ന വേഗത്തിൽ രാജാക്കന്മാരെ വിളിക്കാൻ നാം ആളെ അയക്കണം. അങ്ങനെ വലിയൊരു കാര്യം ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ശല്യൻ്റെ അടുത്തേക്കും അവനോടൊപ്പം നിൽക്കുന്ന രാജാക്കന്മാരുടെ അടുത്തേക്കും ഉടനെ തന്നെ ദൂതന്മാരെ അയക്കുക. കിഴക്കൻ കടൽ തീരത്ത് ഭരിക്കുന്ന ഭഗദത്ത രാജാവിൻ്റെ അടുത്തേക്കും ഹാർദിക്യൻ, ആഹുകൻ, ദീർഘപ്രജ്ഞൻ തുടങ്ങിയ വീരന്മാരുടെ അടുത്തേക്കും ദൂതന്മാരെ അയക്കണം. സേനാബിന്ദുവിനും സേനാജിത്തിനും പ്രതിവിന്ധ്യനും ചിത്രവർമാവിനും ബാഹ്ളീകനും മുഞ്ചകേശനും ചേതരാജാവിനും ഉടനെ തന്നെ ദൂതന്മാരെ അയക്കണം. അതുപോലെ തന്നെ പൗരന്മാർക്കും ശകന്മാർക്കും ദരതരാജാക്കന്മാർക്കും കർണവേഷ്ടനും നീലനും വീരധർമാവിനും ദുർജയനും ദന്തവക്രനും രുക്മിക്കും ജന്മേജയനും ദൂതന്മാരെ അയക്കേണ്ടതുണ്ട്. പിന്നെ ആഷാഢൻ, വായുവേഗൻ, ദേവകൻ, മക്കളോടുകൂടിയ ഏകലവ്യൻ, കാരുഷ രാജാക്കന്മാർ, വീരനായിട്ടുള്ള ക്ഷേമമൂർത്തി, കാമ്പോജന്മാർ, പശ്ചിമ ദിക്കിലുള്ളവർ, ജയൽസേനൻ, കാശ്യൻ, 10 നദികളുടെ നാട് ഭരിക്കുന്ന രാജാവ്, പാർവതീയ രാജാക്കന്മാർ, സുശർമാവ്, മണിമാൻ, പാംസുരാഷ്ട്രാധിപർ, ദുഷ്ടകേതു, പൗണ്ഡ്രകൻ, ദണ്ഡാധാരകൻ, നിഷാദൻ, വസുമാൻ, ശത്രുജിത്തായിട്ടുള്ള ബാഹു, സമുദ്രസേനൻ, മകനോട് കൂടിയിട്ടുള്ള വീരനായിട്ടുള്ള ഉദ്ധവൻ, ക്ഷേമകൻ, കലിംഗരാജാവ് തുടങ്ങിയ ഈ പറഞ്ഞ രാജാക്കന്മാരുടെ എല്ലാം അടുത്തേക്ക് ഉടനെ തന്നെ ദൂതന്മാരെ വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. രാജാവേ, എൻ്റെ പുരോഹിതനും പണ്ഡിതനുമായിട്ടുള്ള ഇദ്ദേഹം ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ദൂതനായി പോകട്ടെ. അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താലും. ദുര്യോധനോടും ഭീഷ്മരോടും ധൃതരാഷ്ട്രരോടും ദ്രോണരോടും പറയേണ്ട കാര്യങ്ങൾ അങ്ങ് തന്നെ ഈ ദൂതന് പറഞ്ഞു കൊടുത്താലും. ഇത് കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞ ഈ വാക്കുകൾ പാണ്ഡവർക്ക് ചേർന്നത് തന്നെയാണ്. ഈ അഭിപ്രായം തന്നെയാണ് പാണ്ഡവർക്ക് ഗുണം ചെയ്യുന്നത്. നന്നായി ചിന്തിക്കുന്നവർ മുൻകൂട്ടി കാര്യങ്ങൾ കാണേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ദീർഘവീക്ഷണമില്ലാതെ പ്രവർത്തിക്കുന്നവർ ഒടുവിൽ വലിയ വിഡ്ഢികളായിത്തീരും. എന്നാൽ ഞങ്ങൾക്ക് കൗരവരിലും പാണ്ഡവരിലും തുല്യമായിട്ടുള്ള ബന്ധമാണല്ലോ ഉള്ളത്. ഇഷ്ടത്തിനനുസരിച്ച് പാണ്ഡവരോടും മറുഭാഗത്തുള്ളവരോടും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ബന്ധം. അങ്ങേപോലെ വിവാഹത്തിന് ക്ഷണിച്ചു വരുത്തിയവരാണ് ഞങ്ങളും. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ്. പ്രായം കൊണ്ടും മറുകൊണ്ടും ഇവിടെയുള്ള രാജാക്കന്മാരിൽ അങ്ങാണ് മുതിർന്ന ആൾ. ഞങ്ങളെല്ലാം അങ്ങയുടെ ശിഷ്യന്മാരെ പോലെ അങ്ങയുടെ കീഴിൽ നിന്നുകൊള്ളാം. ധൃതരാഷ്ട്രരും അങ്ങയെ ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആചാര്യന്മാരായിട്ടുള്ള ദ്രോണരും കൃപരും അങ്ങയുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് അങ്ങ് പാണ്ഡവർക്ക് വേണ്ടി ദൂതനോട് പറയേണ്ട കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്താൽ അങ്ങ് പറയുന്നത് ഇവർക്കെല്ലാം സമ്മതമാവും. കൗരവരിൽ പ്രധാനിയായിട്ടുള്ള ദുര്യോധനൻ സമാധാനത്തിന് തയ്യാറായാൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സാഹോദര്യത്തിന് കുറവുണ്ടാകില്ല. അതിന് വിപരീതമായി ദുര്യോധനൻ അഹങ്കാരിയായി വേണ്ടത് ചെയ്യാതിരുന്നാൽ യുദ്ധസഹായത്തിന് മറ്റുള്ളവരെ വിളിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും വിളിക്കാം. പിന്നെ എന്തുണ്ടാകുമെന്ന് എനിക്കറിയാം. മന്ദബുദ്ധിയായിട്ടുള്ള ദുര്യോധനൻ മന്ത്രിമാരോടും ബന്ധുക്കളോടും കൂടി അർജുനൻ്റെ ദേഷ്യമാകുന്ന തീയിൽ വെന്തുചാവും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കൃഷ്ണനെ സൽക്കരിച്ച വിരാട് രാജാവ് ബന്ധുക്കളോടൊപ്പം യാത്രയാക്കി. കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയ ശേഷം യുധിഷ്ഠിരൻ തുടങ്ങിയവർ വിരാട് രാജാവുമായിട്ട് ആലോചിച്ച് യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളും കൂട്ടി. ബന്ധുക്കളോട് ആലോചിച്ചതിന് ശേഷം വിരാടൻ ദ്രുപദ രാജാവുമായി ചേർന്ന് ചിന്തിച്ച് എല്ലാ രാജാക്കന്മാർക്കും ദൂതന്മാരെ അയച്ചു. യുധിഷ്ഠിരനും വിരാടനും ദ്രുപദനും ചേർന്ന് ക്ഷണിച്ചതുകൊണ്ട് രാജാക്കന്മാർ ആവേശത്തോടെ സൈന്യത്തോടു കൂടിയിട്ട് പുറപ്പെട്ടു. പാണ്ഡവർക്ക് സൈന്യങ്ങൾ വരുന്ന വാർത്ത കേട്ടപ്പോൾ ദുര്യോധനനും രാജാക്കന്മാരെ വരുത്തി. ഭൂമി മുഴുവനും ഇളകി. യുദ്ധം കാരണം രാജാക്കന്മാർ പുറപ്പെട്ടപ്പോൾ ലോകമാകെ ആവേശം നിറഞ്ഞു. ആന, കുതിര, തേര, കാലാൾ എന്നീ സൈന്യങ്ങൾ പല ഭാഗത്തുനിന്നും പുറപ്പെട്ടതുകൊണ്ട് ഭൂമിയും കാടും മലകളും എല്ലാം കുലുങ്ങുന്നത് പോലെ തോന്നി. അറിവുകൊണ്ടും പ്രായം കൊണ്ടും മുതിർന്ന പുരോഹിതനെ ദ്രുപദൻ യുധിഷ്ഠിരൻ്റെ സമ്മതത്തോടുകൂടി കൗരവരുടെ അടുത്തേക്ക് ദൂതനായി അയച്ചു. ദ്രുപദൻ പുരോഹിതനോട് ഇപ്രകാരം പറഞ്ഞു: ജീവജാലങ്ങൾ വെച്ച് ജീവനുള്ളവയാണ് മികച്ചത്. അവയിൽ ബുദ്ധിയുള്ളവരിൽ മനുഷ്യനുമാണ് ശ്രേഷ്ഠൻ. മനുഷ്യരിൽ അറിവുള്ളവരും അറിവുള്ളവരിൽ വിവേകമുള്ളവരുമാണ് ഉത്തമർ. അങ്ങനെയുള്ള വിവേകമുള്ളവരിൽ മികച്ച വ്യക്തി
അങ്ങാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബമഹിമ കൊണ്ടും പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അങ്ങ് ഉന്നതനാണെന്ന് ഞാൻ കരുതുന്നു. വ്യാഴത്തെയും ശുക്രനെയും പോലെ അങ്ങ് അറിവിനാൽ തിളങ്ങുന്നു. അങ്ങ് കൗരവരുടെയും പാണ്ഡവരുടെയും എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ. ധൃതരാഷ്ട്രരുടെ അറിവോടെയാണ് ശത്രുക്കൾ പാണ്ഡവരെ ചതിച്ചത്. വിതുരൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അതവഗണിച്ച് ധൃതരാഷ്ട്രർ മകൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി. ബുദ്ധിപൂർവം ശകുനി യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ വിളിച്ചതാണ്. ധർമ്മനിഷ്ഠയുള്ളവനും ശുദ്ധനും ക്ഷത്രിയ മര്യാദകൾ പാലിക്കുന്നവനുമായിട്ടുള്ള യുധിഷ്ഠിരനെ ചൂതുകളിയിൽ അറിവില്ലാത്തവനെ ആ വിദ്യയിൽ മിടുക്കനായിട്ടുള്ള ശകുനി കരുതിക്കൂട്ടി വിളിച്ച് തോൽപ്പിച്ചതാണ്. ഇങ്ങനെ കുടിലത കൊണ്ട് രാജ്യം തട്ടിയെടുത്ത അവർ ഇനി അത് അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല. അങ്ങ് പറയാൻ പോകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വിതുരൻ അങ്ങേ സഹായിക്കും. ഭീഷ്മർ, ദ്രോണർ, കൃപർ എന്നിവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാൻ ഇതിലൂടെ അങ്ങേക്ക് കഴിയും. അങ്ങനെ മന്ത്രിമാർ തമ്മിൽ ഭിന്നിക്കുകയും പടയാളികൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അവരെ ഒന്നിപ്പിക്കാൻ കൗരവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. ആ സമയത്തുള്ളിൽ പാണ്ഡവർക്ക് സൈന്യത്തെയും ധന്യത്തെയും ശേഖരിക്കാൻ സാധിക്കും. ശത്രുപക്ഷം ഭിന്നിച്ചു നിൽക്കുമ്പോൾ അങ്ങ് അവിടെ താമസിച്ച് കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് സൈന്യത്തെ ഒരുക്കാൻ സമയം കിട്ടില്ല. ഈ സമയലാഭമാണ് അങ്ങയുടെ ദൗത്യം കൊണ്ട് പ്രധാനമായിട്ടും ലഭിക്കുന്ന ഗുണം. ഭാഗ്യവശാൽ ധൃതരാഷ്ട്രർ അങ്ങയുടെ ധർമ്മവചനങ്ങൾ കേൾക്കുകയാണെങ്കിൽ അങ്ങ് അവരോട് നീതിയുടെ വഴിയിൽ തന്നെ സംസാരിക്കുക. രാജാവ് സമാധാനത്തിന് തയ്യാറാകുന്നു എന്ന് കണ്ടാൽ ദയയുള്ളവരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളോട് പാണ്ഡവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരോട് കുലമര്യാദകളെക്കുറിച്ചും പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കണം. അത് അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കും. അങ്ങ് ഒരിക്കലും അവരെ ഭയപ്പെടേണ്ടതില്ല. അറിവുള്ളവനും മുതിർന്നവനുമായിട്ടുള്ള ദൂതനാണല്ലോ അങ്ങ്. അതുകൊണ്ട് അവിടെ ചെന്ന് അങ്ങ് നിർഭയമായി സംസാരിക്കാം. പൂയ നക്ഷത്രത്തിലെ വിജയമുഹൂർത്തത്തിൽ അങ്ങ് പാണ്ഡവർക്ക് ഗുണം ലഭിക്കുന്നതിനായി കൗരവസഭയിലേക്ക് പോവുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. മഹാനായിട്ടുള്ള ദ്രുപദൻ ഇപ്രകാരം നിയോഗിച്ചതിനനുസരിച്ച് പണ്ഡിതനും നല്ല സ്വഭാവമുള്ളവനുമായിട്ടുള്ള പുരോഹിതൻ ശിഷ്യന്മാരോടുകൂടി പുറപ്പെട്ടു. പാണ്ഡവരുടെ നന്മയ്ക്കായി നീതിശാസ്ത്രത്തിൽ അറിവുള്ള ആ പണ്ഡിതൻ കൗരവരുടെ അടുത്തേക്ക് ഹസ്തിനാപുരിയിലേക്ക് യാത്രയായി. നമ്മളുടെ മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള ഉദ്യോഗപർവത്തിലെ സേനോദ്യോഗപർവം എന്ന് പറയുന്ന ഉപപർവത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഈ യാത്രയിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം.